എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന വിഷു ഫലവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങളുടെ ഉൾപ്പെടുത്താനും കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു വിഷു ഫലം നമുക്ക് എന്താണ് എന്ന് ഒരുപാട് പേര് ജ്യോതിഷന്മാർ പറയുന്ന വീഡിയോസ് യൂട്യൂബിൽ ഒരുപാടുണ്ട്. മേടവിഷുവിൻ്റെ ഫലം അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്ക് ആദ്യ 15 നാഴികയ്ക്ക് ധനയോഗം അല്ലെങ്കിൽ ധനനഷ്ടം, വാഹനം നഷ്ടം അല്ലെങ്കിൽ വാഹന ലാഭം, ഭൂമിയോഗം അല്ലെങ്കിൽ ഭൂമി നഷ്ടം, ഇങ്ങനെ പറയുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫലം പറഞ്ഞു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം ആദ്യമായിട്ട് പറയാനുള്ളത്. മേടൻ രാശിക്കാരുടെ ഒരു ഫലം, ഇടവൻ രാശിക്കാരുടെ ഒരു ഫലം, മിഥുനൻ രാശിക്കാരുടെ ഒരു ഫലം എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ മാറിയും തിരിഞ്ഞും പറയുക. കുറച്ച് പേർക്ക് ഗുണമുണ്ടാവും, കുറച്ച് പേര് സൂക്ഷിക്കണം, വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനൊരു ജ്യോതിഷം എനിക്ക് പറയുന്നതിനോട് താല്പര്യവുമില്ല. നമ്മളിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ജ്യോതിഷം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാശിഫലം നിങ്ങൾക്ക് തന്നെ ഇനി മുന്നോട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് രാശിഫലം മാത്രമാണ് അറിയേണ്ടതെങ്കിൽ മറ്റ് ചാനലുകളിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്താണ് മേടക്കൂറുകാരുടെ ഫലം, ഇടവക്കൂറുകാരുടെ വിഷുഫലം എന്താണ് എന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഫലവും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്കിതെങ്ങനെയാണ്, ഈ ജ്യോതിഷത്തിൽ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടും ഓരോ ഗ്രഹങ്ങളുടെ രാശിമാറ്റം അനുസരിച്ച് നിങ്ങൾക്ക് സമയം നല്ലതാണോ, നിങ്ങൾക്ക് സമയം മോശമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനകത്തുണ്ടാവുന്ന നാക്കുപിഴകളുണ്ടെങ്കിൽ അത് നിങ്ങൾ സദയം ക്ഷമിക്കുക. നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് മേടവിഷു എന്നാൽ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. സൂര്യൻ ഇപ്പോൾ മീനത്തിലാണ് നിൽക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് 13-ാം തീയതി രാത്രി 3 മണിക്ക് മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കും. നമുക്ക് നേരം വെളുക്കുന്ന ആ സമയം 14-ാം തീയതിയാണ് കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2025 ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ ഇവിടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. മേടം രാശിയിലേക്ക് വരിക നമ്മുടെ ഈ കോളത്തിൽ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ ഇത് കിഴക്കാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കിഴക്കോട്ടിരിഞ്ഞ് വേണം, ഇത് നിങ്ങളുടെ ജാതകവും കൂടി എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ജ്യോതിഷം നോക്കാൻ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാകും. നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനൊരു കളം വരച്ചിട്ടുണ്ടാകും. 12 കളമാണിതുള്ളത്. ഈ 12 കളമുള്ള നിങ്ങളുടെ ജാതകം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് സസൂക്ഷ്മം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജ്യോതിഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പെട്ടെന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. പണ്ട് കാലത്തുള്ള ആളുകൾ ജ്യോതിഷം നോക്കുന്നതിന് ജ്യോതിഷരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീടുകളിൽ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പ്രശ്നം വെച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. അതുകൂടാതെ രാജസന്നിധിയിലൊക്കെ പ്രശ്നം വെക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ആ വീട്ടിലുള്ള ഗൃഹനാഥനായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, പ്രായമുള്ളവരുണ്ടാകും. അവർക്ക് ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഒരുപാട് ധാരണകൾ ഉണ്ടാകും. പൂർണ്ണമായിട്ടും അറിവില്ല എങ്കിലും ജ്യോതിഷത്തിൽ ഗ്രഹസ്ഥിതിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും ആ ആളുകൾക്ക്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവർക്കും അവിടുത്തെ ഗ്രഹസ്ഥിതി അറിയാൻ പറ്റും. ഗ്രഹസ്ഥിതി എന്ന് വെച്ചാൽ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എല്ലാവരും പഞ്ചാംഗം നോക്കിയിട്ട് ഗണിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഒരു പണ്ഡിതന്മാരല്ല, ജ്യോത്സ്യന്മാർക്കല്ല, സാധാരണ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ഇന്നത്തെ പഞ്ചാംഗം എടുത്ത് നോക്കിയിട്ട് ഇന്നത്തെ നാഴിക വിനാഴിക ഏത്, നക്ഷത്രം ഏത്, സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നൊക്കെ നോക്കി അറിയാവുന്ന ആളുകളുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ദുർനിമിത്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗൃഹത്തിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലോ ഒക്കെ ഒരു ദുർനിമിത്തം ഉണ്ടാകുമ്പോൾ ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് ക്ഷേത്രത്തിൽ വരുത്തിയിട്ട് ഒരു ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ ഇന്ന പോലുള്ളൊരു വിഷയം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അത് രാശി നോക്കി പറയണം, ജ്യോത്സ്യരെ എന്താണ് അതിൻ്റെ വിഷയം എന്ന് പറയണമെന്ന് പറയുമ്പോൾ അദ്ദേഹം കവടി വെക്കും. കവടി രാശി വാരി വെച്ചിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും, ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി കവടി 108 പരല് എന്ന് പറയും. അപ്പോൾ ഈ പരലെടുത്തിട്ട് ഇങ്ങനെ രാശിചക്രത്തിൽ വെച്ച് കറക്കിയിട്ട് അദ്ദേഹം ഒരു രാശി കണ്ടെത്തും. ഇതിൽ ഏത് രാശിയാണോ വരുന്നത് എന്ന് മുൻകൂട്ടി ധാരണയില്ലാതെ അദ്ദേഹം ഒരു രാശി എടുത്തു വെക്കും. അപ്പോൾ ഈ ഗ്രഹസ്ഥിതിയാണ് എന്ന് നിങ്ങൾ കരുതുക.
ഇപ്പം നമുക്ക് ചിങ്ങൻ രാശിയാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുക. ആ കർക്കിടകം ആ ജ്യോത്സ്യർ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശി വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥിതി എവിടെയാണ്? 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ. അപ്പോൾ ദൈവാധീനം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. എന്താണ് 10ാം ഭാവം? കർമ്മഭാവം. വ്യാഴത്തിൻ്റെ ഇഷ്ട രാശിയാണ് 10ാം ഭാവം. അപ്പം 1, 4, 7, 5, 9, 10 ഭാവങ്ങളിൽ വ്യാഴം സ്ഥിതി ചെയ്താൽ നിങ്ങളുടെ കവടി പ്രശ്നത്തിൽ, ആ വെച്ച പ്രശ്നത്തിൽ ദൈവാധീനം ഉണ്ട് എന്ന് പറയും. നേരെ മറിച്ച് തുലാൻ രാശിയാണ് കവടി വെച്ച ജ്യോത്സ്യർക്ക് കിട്ടിയെങ്കിൽ നമ്മൾ പ്രശ്നം വെക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അഷ്ടമത്തിലാണ് വ്യാഴം. അപ്പം അവിടെ നിൽക്കുന്ന ആളുകൾ, ജ്യോതിഷം നോക്കാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ജ്യോത്സ്യരെ വിളിച്ചു വരുത്തിയിട്ടുള്ള ആളുകൾ തന്നെ പറയും, ഓ വ്യാഴം അഷ്ടമത്തിലെ സ്ഥിതിയാണല്ലേ, അപ്പം ഈശ്വരാധീനം മറിഞ്ഞാണ് കാണുന്നത് എന്ന് പറയും. പഴയ ആൾക്കാരൊക്കെ ആ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ വ്യാഴം അഷ്ടമത്തിലാണ്, ഭഗവാൻ തന്നെ കോപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവർ തന്നെ മനസ്സിലാക്കി, ആദ്യം തന്നെ ഈ ജ്യോത്സ്യർ പറയുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ മനസ്സിലാക്കി എന്താണ്, നമുക്ക് വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്, നമുക്ക് ഈശ്വരാധീനം കുറവാണ് നിൽക്കുന്നത്, വ്യാഴത്തെ കൊണ്ട് പ്രീതിപ്പെടുത്തണം, വിഷ്ണു ഭഗവാന്റെ പൂജകൾ കഴിക്കണം ഈ ക്ഷേത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സുദർശന ഹോമം നടത്തണം. നേരെ മറിച്ച് അവർക്ക് ഈ രാശിയാണ് വരുന്നതെന്ന് വിചാരിക്കുക, ധനുരാശിയാണിത് ജ്യോത്സ്യർക്ക്. അപ്പോൾ വ്യാഴം 6ാം ഭാവത്തിൽ, ഭഗവാൻ തന്നെ അപ്പോൾ ശത്രുവായിട്ടാണ് നിൽക്കുന്നത് അല്ലേ എന്ന് പറയും. അപ്പോൾ പഴയ ഇല്ലങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ആ ഒരു ഭാഷ. അപ്പം ഭഗവാൻ 6ാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് എന്ന് അവരിങ്ങോട്ട് പറയും. അതെ, ഭഗവാൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, വ്യാഴം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, പ്രതികൂലമാണ്, നമ്മുടെ കൈവിട്ട് പോയ കാര്യങ്ങളാണ്, ഭഗവാനെ അനുകൂലിപ്പിച്ച് കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം? ചില പരിഹാരങ്ങളൊക്കെ നോക്കിയിട്ട്, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്, ഒരു പൂജകളൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ ജ്യോത്സ്യരെ വിളിച്ചു വരുത്തി ഇതെല്ലാം ശരിയായോ എന്ന് നോക്കിയിട്ട് പറഞ്ഞു വിടുന്നൊരവസ്ഥയുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഗ്രഹനില എടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം നിങ്ങളുടെ ഗ്രഹനിലയിൽ ല എന്ന് അടയാളപ്പെടുത്തിയ ഒരു അക്ഷരം ഉണ്ടാകും, ലഗ്നം എന്ന് മനസ്സിലാക്കുക. ഇതെവിടെ വേണമെങ്കിലും ഈ രാശികളിൽ ഇവിടെ വരാം. ഞാനിവിടെ അല്ലയോ എഴുതിയേക്കുന്നതെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ജാതകത്തിൽ ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, ഇവിടെ എവിടെ വേണമെങ്കിലും വരാം. ലഗ്നം എന്ന് പറയും. അതുകൂടാതെ ച എന്നൊരക്ഷരം കാണുന്ന ഇവിടെ, ഇപ്പം ഇവിടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും ചന്ദ്രൻ എവിടെ വേണമെങ്കിലും വരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ചന്ദ്രൻ ഇവിടെ വരാം, ലഗ്നം ഞാനിപ്പോൾ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എവിടെ വേണമെങ്കിലും, ചന്ദ്രൻ എവിടെ വേണമെങ്കിലും വരാം, ലഗ്നം ഇവിടെ വേണേ വരാം, ഇവിടെ വേണം വരാം, ചന്ദ്രൻ ഇവിടെ വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മേടം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്നതിൻ്റെ വിഷു ഫലമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വിഷു ഫലം പറയുന്നത് സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ്, ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. അതിന് നേരത്തെ ആദിശൂലം, അന്ത്യശൂലം, മധ്യശൂലം എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവരത് കേൾക്കുക, അതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. ഇപ്പോൾ സൂര്യൻ മേടത്തിലേക്ക് വരുന്നു. ഇനി സൂര്യൻ്റെ സഞ്ചാരം ഒരു വർഷം കൊണ്ട് ഇത്രയും രാശികളിലൂടെ ഇദ്ദേഹം കടന്ന് അടുത്ത മേടമാവുമ്പോൾ വീണ്ടും ഇവിടെ വരും. അപ്പം മേടം 1 മുതൽ മേടം 30 വരെ സൂര്യൻ, മേടം 1 മുതൽ മേടം 30 വരെ മേടത്തിലുണ്ടാകും. അത് കഴിഞ്ഞാൽ ഇടവത്തിലോട്ട് 30 ദിവസം, മിഥുനത്തിൽ 30 ദിവസം, കർക്കിടകത്തിൽ 30 ദിവസം, ചിങ്ങത്തിൽ 30, ഇങ്ങനെ 30 ദിവസം കറങ്ങി 365 ദിവസം ആകുമ്പോൾ ഇദ്ദേഹം വീണ്ടും വിഷുവിലേക്ക്, മേടത്തിലേക്ക് വരും. അപ്പോൾ ആദിത്യൻ എന്ന് വെച്ചാൽ സൂര്യൻ, സൂര്യൻ എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ പിതാവ്, പിതാവ് നമ്മുടെ മേടത്തിലേക്ക് വരുന്നു. മേടത്തിലുള്ളത് ആരൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തികകാല നക്ഷത്രക്കാരാണ് എവിടെയുള്ളത്? മേടത്തിലുള്ളത്. അപ്പോൾ ആ രാശിക്കാർക്ക് എന്താണ് പ്രത്യേകത? സൂര്യൻ്റെ സ്വക്ഷേത്രം, അതായത് വീട് ഇതാണ്, ചിങ്ങൻ രാശിയാണ് സൂര്യൻ്റെ വീട്. അപ്പോൾ മേടം രാശിക്കാർക്ക് ഈ ചിങ്ങം ലഗ്നം ആരാണെന്ന് നോക്കണം. ഇതൊന്ന് നിങ്ങൾ ഇവിടെ 1, 2, 3, 4 5ാം വീട്ട്, 5ാം ഭാവം, 5ാം ഭാവ മേടക്കൂറുകാർക്ക് 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മേടത്തിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ പ്രത്യേകത. ഇതാണ് വിഷു, ആരംഭം. അപ്പോൾ നമ്മുടെ പിതാവായിട്ടുള്ള അല്ലെങ്കിൽ പിതൃകാരകനായിട്ടുള്ള ഗ്രഹം നമ്മളെ കാണാൻ വരുന്നു. ഇവിടെ ഉള്ളവരാരൊക്കെയാ? അശ്വതി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, ഭരണി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, കാർത്തികയുടെ ഒരു കാൽഭാഗത്തിലുള്ള ഒരു ചേച്ചിയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികകാലുകാർ ഇവിടെ ഉള്ളപ്പോൾ അവരെ കാണാനായിട്ട് 5ാം ഭാവത്തിലുള്ള ആദിത്യൻ ഇവിടെ എത്തുന്നു.
അപ്പോൾ മേടക്കൂറുകാർക്ക് അവളുടെ ഫലം, നമ്മൾ അശ്വതി നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ എന്താണ് ഫലസിദ്ധി എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്നാം ഭാവാധിപന് ധനലാഭം. അശ്വതി ഭരണി കാർത്തികകാലക്കാർക്ക് ധനലാഭം. അപ്പം ധനം ഉണ്ടാകുക, പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക, ധനലാഭം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം പല വിധത്തിൽ ആകാം. നിങ്ങൾക്ക് തൊഴിൽ പ്രൊമോഷനായിട്ട് ധനലാഭം ഉണ്ടാകാം, ആരെങ്കിലും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള സഹായം ചെയ്യുന്ന വഴിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാതെ കിടക്കാനുള്ള ധനങ്ങൾ കിട്ടുന്നതാകാം, ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ളതും പ്രകാരമുള്ളതാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു വലിയ ലാഭം കിട്ടുന്നതാകാം. അപ്പോൾ ജ്യോതിഷപ്രകാരമായിട്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് എന്ത് പറയുന്നു? സൂര്യൻ ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് 5ാം ഭാവത്തിലുള്ള ഗ്രഹം ആണ് ആര്? സൂര്യൻ. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ മൂലത്രികോണത്തിൽ വരുന്ന ഒരു മൂലത്രികോണം എന്ന് പറയും. അതായത് 5ാം ഭാവത്തിനും 9ാം ഭാവത്തിനും മൂലത്രികോണം എന്ന് പറയും. നിങ്ങളുടെ 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ധനുവാണ്. അപ്പം അതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് എന്ത് പറയുന്നു? ധനലാഭം പറയുന്നു. രണ്ടാമത് പ്രതാപം പറയുന്നുണ്ട്. പ്രതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബഹുമാനം കിട്ടുക, നമുക്ക് പ്രമോഷൻ കിട്ടുക, അപ്പം നമുക്ക് അതുപോലുള്ള പ്രതാപങ്ങൾ കിട്ടുക, നമ്മുടെ ഗൃഹത്തിൽ നമുക്കൊരു പ്രതാപം ഉണ്ടാവുക, നമുക്കൊരു മേൽഗതി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്തതായിട്ട് വാഹനങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകും. വാഹനം മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വാഹനം വിൽക്കുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവുക, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ നടത്തുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഗുണം ഉണ്ടാവുക. അപ്പോൾ വാഹന ഗുണം എന്ന് മാത്രമേ എന്ത് പറയുന്നുള്ളൂ? ജ്യോതിഷത്തിൽ പറയുന്നുള്ളൂ. അതിനെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ചു കൊള്ളുക എന്നാണ് ജ്യോതിഷന്മാർ പറയുന്നത്. വാഹന ഗുണം, പുതിയ വണ്ടി എടുക്കുമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പം അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് കാണും. ബസ് മുതലാളിമാർ കാണും, വർക്ക്ഷോപ്പുകാർ കാണും, ബസ്സിൽ ജോലി ചെയ്യുന്നവർ കാണും, വണ്ടിയിൽ ജോലി ചെയ്യുന്നവർ കാണും. നിങ്ങൾക്ക് ആ വാഹനം കൊണ്ട് ഗുണമുണ്ടാകും. ധാരാളം തീർത്ഥാടനത്തിനൊക്കെ പോകുന്നവർ കാണും, ടൂറിസ്റ്റിന് പോകാനുള്ളവർ കാണും, വാഹനം വാങ്ങുന്നവർ കാണും, വാഹനം വിൽക്കുന്നവർ കാണും, അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സുകൾ വിൽക്കുന്നവർ കാണും. ഇങ്ങനെയുള്ളവർക്ക് അശ്വതി ഭരണി കാർത്തികകാലിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകും. ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജ്യോതിഷം പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്ന കാര്യം വിദേശത്ത് ഭാഗ്യം. വിദേശത്ത് ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല അവസരങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മലയാളിക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ലോട്ടറി അടിക്കും എന്നും വേണമെങ്കിൽ വിചാരിക്കാം. വിദേശത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് അവിടെ ഭാഗ്യം ഉണ്ടാകാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഗുണം ഉണ്ടാകാം. നിങ്ങളുടെ PR-നോ വിസയ്ക്കോ ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർക്കുണ്ടെങ്കിൽ ആരുടെ കാര്യമാണ് പറയുന്നത്? അപ്പം നിങ്ങൾ വിചാരിക്കും മേഡത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്, എൻ്റെ കാര്യമല്ലല്ലോ പറയുന്നത്, നിങ്ങൾ സ്കിപ്പായി പോയി നിൽക്കേണ്ട. അടുത്ത നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല കേൾക്കേണ്ടത്, ഇതും കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. അപ്പം വിദേശ ഗുണം അത് വ്യാഖ്യാനം പല വിധത്തിൽ വ്യാഖ്യാനിച്ചെടുക്കണം എന്നുള്ളത് നമ്മുടെ ബുദ്ധിബോധത്തിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് ഉല്ലാസയാത്രകൾ പോകാനുണ്ടാകും എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാൻ ഒരുപാട് പേര് ആഗ്രഹമുണ്ട്. പലർക്കും ജീവിത സാഹചര്യങ്ങളെ കൊണ്ടും, ഭാര്യ ഒരിടത്ത് ജോലി, മക്കൾ വേറൊരു സ്ഥലത്ത്, മക്കൾ പഠിക്കുന്നു, യാത്രകൾ പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉല്ലാസയാത്രകൾ പോകാനുള്ള അവസരം വന്നു ചേരും. അവസരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു തൊഴിലുള്ളവർക്ക് പണം വേണം, ആ തൊഴിലിലൊരു ചെറിയ ബ്രേക്ക് വേണം, അത് കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചെറിയ കശപിശ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് ഇത്രയും ഫലം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം മേടത്തിൻ്റെ രാശിക്കാരുടെ കാര്യം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ മേടക്കൂറുകാരനാണോ, ഇടവക്കൂറുകാരനാണോ, മിഥുനക്കൂറുകാരനാണോ എന്ന് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ച് ചോദിച്ചു. ഞാൻ എൻ്റെ കൂറ് ഏതാ തിരുമേനിയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ കൂറ് ഫലം പറയുന്ന വീഡിയോ വേറെ 2-3 ചെയ്തു. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരോട് ഇനി എന്ത് പറയാൻ ഒക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ 12 കളത്തിൽ എവിടെയാണോ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ച എന്ന അക്ഷരത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണോ ഇതാണ് നിങ്ങളുടെ കൂറ്. ഈ കോളത്തിലാണെങ്കിൽ മേടം, ഇടവം, മിഥുനം, ഒരിക്കലും മാറ്റം വരാത്തൊരു കാര്യമായി എഴുതിയിരിക്കുന്നത്. മേടം, ഇടവം, മിഥുനം. മേടം എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ കിഴക്കോട്ടിരിക്കുക, നമ്മുടെ ഗ്രഹനില മുമ്പിൽ വെക്കുക. അപ്പോൾ 12 കളം വരുന്നതിൻ്റെ മുൻവശം കിഴക്ക്, ഇങ്ങേയറ്റം ഈ മൂല കഴിഞ്ഞേറ്റം വരുന്നത് മേടം, ഇടവം, മിഥുനം. ഇവിടെയായിരിക്കും നിങ്ങളുടെ ചായെങ്കിൽ നിങ്ങൾ മകേരത്തരയോ തിരുവാതിരയോ പുണർദത്തിൽ മുക്കാലുകാരനോ ആയിരിക്കും. നിങ്ങളുടെ കൂറ് ഏതാണെന്ന് ചോദിച്ചാൽ മിഥുനക്കൂറുകാരനാണ് ഞാൻ. അപ്പോൾ കൂറുഫലം പറയുമ്പോൾ നിങ്ങൾ മിഥുനക്കൂറുകാരനാണെങ്കിൽ, ഇപ്പം നിങ്ങൾ മകേരമാണെങ്കിൽ ഇടവത്തിലും വരാം, മിഥുനത്തിലും വരാം നിങ്ങൾ. അപ്പം നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ഇടവക്കൂറുകാരൻ, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ മിഥുനക്കൂറുകാരൻ. അപ്പം മേടൻ രാശിയുടെ ഫലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൂര്യൻ 30 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും, ഇടവത്തിലോട്ട് വരും. അപ്പം
നിങ്ങൾക്ക് ആരാണ് സൂര്യൻ എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തരക്കാരാണ് ഇടവക്കൂറിലുള്ളത്. നിങ്ങൾക്ക് സൂര്യൻ ആരാണ്? നിങ്ങൾക്ക് 4-ാം വീട്ടുകാരനാണ്. നിങ്ങൾ എണ്ണി നോക്കിക്കോ, 1, 2, 3, 4. എപ്പോഴും നിങ്ങൾ ഈ കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാര് സൂര്യൻ ആരാണ്? നിങ്ങളുടെ 4-ാമത്തെ വീട്ടിലെ അച്ഛനാണ്. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ വീട് ഇവിടെയാണ്, നമ്മുടെ കുടുംബ വീട് ഇതാണ്. അപ്പോൾ കുടുംബ വീട്ടിൽ താമസിക്കുന്ന പിതാവ് നമ്മുടെ വീട് കാണാൻ വരുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? കാർത്തിക എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, അശ്വതി, ഭരണി, കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം. അപ്പം നാളുകൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു നാക്കിൻ്റെ ഒരു ഉളുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 3 പേരും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളെ കാണാൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും 4-ാമത്തെ വീട്ടിൽ താമസിക്കുന്ന പിതാവ് ഇവിടെ വരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ ഇവിടെ ആയിരിക്കും. ഇടവമാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ഉണ്ടല്ലോ, ഇടവമാസം. അപ്പോൾ അന്ന് ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾക്കാരായി? അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് 5-ാമത്തെ വീട്ടുകാരൻ 2-ാമത്തെ വീട്ടിലോട്ട് മാറി, ധനസ്ഥാനത്തോട്ടാണ് മാറിയേക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഇത് ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഈ രാശി, ഇത് എനിക്ക് 1 മിനിറ്റ് കൊണ്ട് 7 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോകാം, പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സൂര്യൻ ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങളുടെ 5-ാം വീട്ടുകാരനായിട്ടുള്ള പിതാവ് എങ്ങോട്ട് മാറി? നിങ്ങളുടെ ധനസ്ഥാനത്തോട്ട് മാറി. എപ്പോഴും നേരത്തെ പറഞ്ഞ ധനലാഭം വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം മേടം മുതൽ നമുക്ക് ഇങ്ങോട്ട് ധനലാഭം വരുന്നുണ്ട്. അപ്പം മേടക്കൂറുകാർക്ക് സൂര്യൻ ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് 2-ാം ഭാവത്തിലോട്ട് ഞങ്ങളുടെ ആദിത്യൻ മാറി, ഇടവമാസം 1-ാം തീയതി. അപ്പോൾ ഇടവക്കൂറുകാരൊക്കെയാണ്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര നക്ഷത്രക്കാരായിട്ടുള്ള ചന്ദ്രൻ ഇവിടെ വരുന്ന നക്ഷത്രക്കാർക്ക് എന്തുണ്ടായി? 4-ാം ഭാവാധിപൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പം നമുക്കുണ്ടാകുന്ന ഫലം എന്ന് നോക്കണം. അപ്പം നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഭൂമിലാഭം എന്ന് പറയുന്നു. ഭൂമിലാഭം ഇത്രേ പറയുന്നുള്ളൂ ജ്യോതിഷത്തിൽ. എന്താണ് ഭൂമിലാഭം? ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭൂമി വിൽപ്പന നടക്കുന്നു. ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി മേടിക്കാൻ പറ്റുന്നു. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്നും ഗുണമുണ്ടാകുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ ഭൂമിയിലല്ലേ ഗൃഹം വെക്കുന്നത്, അത് ഗുണമുണ്ടാകുന്നു. വാസ്തു സ്ഥപതിമാരായിട്ടുള്ളവർക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നോ, എന്ത് വേണമെങ്കിലും നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് പറയാം. കൃഷി പറയാം, പശുവിനെ വളർത്തലാകാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ അവിടെ ലാഭം, ഭൂമി ലാഭം ഉണ്ടാകും. ഇത്രേ ജ്യോത്സ്യന്മാർ പറയുന്നുള്ളൂ, ആചാര്യൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങളതിനെ വ്യാഖ്യാനിച്ചെടുക്കുക. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഗോതമ്പ് വരുന്നുള്ളൂ, ഗോതമ്പ് പൊടിച്ചിട്ട് തിന്നുകയോ, ഗോതമ്പിൻ്റെ കഞ്ഞി വെച്ച് കഴിക്കുകയോ, ചപ്പാത്തി ഉണ്ടാക്കുകയോ, കുഴക്കട്ട ഉണ്ടാക്കുകയോ, നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാം. ഭൂമി ലാഭം എന്ന് പറയുന്നുള്ളൂ ആചാര്യൻ. അപ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് എന്തുണ്ടായി? ഭൂമി ലാഭം ഉണ്ടായി. നമുക്കങ്ങനെ ഉണ്ടോ? നമുക്ക് പറയുന്നത് എന്താ? നമ്മൾ ഭൂമിയായിട്ട് വിൽപ്പന നടത്തുന്നില്ല, ഭൂമി വിൽക്കാൻ വെച്ചിട്ടില്ല, കൃഷി ചെയ്യുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ജ്യോതിഷം പറയുവാണ്. അപ്പം ഞങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് പറയും അടുത്ത പറഞ്ഞു വരുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങളെ കൂട്ടുള്ള ആളുകൾക്ക് നമുക്കിപ്പം സീസണായി വരുന്നു, ജീവിതമൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ജീവിതമൊക്കെ ചുമക്കാൻ പോകാം, അമ്പലത്തിൽ ധാരാളം ഭക്തജനങ്ങൾ വരും, അങ്ങനെ പണപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകാം. അപ്പോൾ ആ വിഷയമല്ല പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം ഭൂമി ലാഭം ഉണ്ടാകും. അതിനെ ഇഷ്ടമുള്ള പ്രകാരം വ്യാഖ്യാനിച്ചു കൊള്ളുക. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെങ്കിൽ കൂടുതൽ തൊഴിൽ വരും. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഗുണം വരും. ഭൂമിയുടെ ബ്രോക്കർമാരായിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ നടക്കും എന്ന് പറയുന്നു. ആരൊക്കെ? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തരക്കാർക്ക്. അപ്പോഴും നിങ്ങൾക്ക് 2-ാം ഭാവത്തിലേക്ക് സൂര്യൻ ഇവിടെ വരും. അപ്പോൾ ഭൂമി ലാഭം, പ്രസിദ്ധി ഉണ്ടാകും. പ്രസിദ്ധി ഉണ്ടാകണേ എന്ത് ചെയ്യണം? നല്ല പ്രസിദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ നല്ലതായിട്ട് വരണം. സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും പ്രസിദ്ധി ഉണ്ടാകും. അപ്പം ഭാര്യ നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഭർത്താവ് 4 പേരോട് പറയാം, എൻ്റെ ഭാര്യ പിടിക്കുകയാണ്, അവരെ വർക്കുകളൊക്കെ ചെയ്തു തരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. തിരിച്ച് ഭർത്താവിനെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ നമുക്ക് പ്രസിദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ പ്രസിദ്ധി ഉണ്ടാകാം. അതിനെ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ഒരു 10-ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരാളാണെങ്കിൽ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടാവുക. നിങ്ങളുടെ ഫോട്ടോ പലയിടത്തും അടിച്ചു വന്നതിന് ശേഷം ഇത് ഇന്നടത്തെ ഇന്നാളുടെ മകനല്ലേ എന്ന് പറയുന്ന ഭാവം ഉണ്ടാകാം. അപ്പോൾ പ്രസിദ്ധിയെക്കുറിച്ച് അവിടെ പറയുന്നു. അടുത്തതായിട്ട് പറയുന്നു, ബന്ധുക്കൾ സുഹൃത്തുക്കളിൽ നിന്നും ആനുകൂല്യം ലഭിക്കാം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇനി നിങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുക. അപ്പം ആ ഒരു ഫലം ഉണ്ടാകുന്നു. ബന്ധുക്കളുടെ സഹായം ഉണ്ടാകാം, ബന്ധുക്കളെ കാണാൻ പോകാം, ബന്ധുക്കൾ നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ മംഗല്യങ്ങൾ എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുമെങ്കിൽ അത് നടക്കാം. ബന്ധുക്കൾ വന്ന് നിങ്ങളുടെ ഭൂമി
മേടിക്കാനുണ്ടെങ്കിലോ വിൽക്കാനുണ്ടെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാം. സുഹൃത്തുക്കൾ നിങ്ങളെ സഹായിക്കാൻ വരാം. ഒരു സുഹൃത്ത് വിളിച്ച് പറയാം, എടാ ഒരു വിസ ഉണ്ട്, നമുക്ക് പോകാം, നമുക്ക് നീ എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറയാം. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ഉണ്ടാകാം. അടുത്തതായിട്ട് പറയുന്നു, ക്ഷേത്ര ദർശനം നടത്താനുള്ള യോഗങ്ങൾ ഉണ്ടാകും. ക്ഷേത്ര ദർശനം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതല്ല, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കാര്യമാണല്ലോ. പക്ഷെ തീർത്ഥാടനമായിട്ട് നമുക്ക് വലിയ ക്ഷേത്രങ്ങളിൽ പോവുക, പ്രകൃതീശ്വര ക്ഷേത്രത്തിൽ പോവുക, തിരുപ്പതി പോവുക, ഇങ്ങനെയൊക്കെ കാളഹസ്തി പോവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകത്തില്ലേ. അപ്പം അങ്ങനെയുള്ള തീർത്ഥാടനം ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നു, സജ്ജനങ്ങളുമായി സഹവസിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നും പറയുന്നു. സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ ദുർജനങ്ങൾ ഉണ്ടാകും, സജ്ജനങ്ങൾ ഉണ്ടാകും. സജ്ജനങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള അനുഭവം ഉണ്ടാകും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ വിചാരിക്കണം, മേടക്കൂറുകാർക്ക് എന്ത് വിചാരിക്കണം. അങ്ങനെ ഓരോരുത്തരുടെയും ഫലം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടി വരുന്നത് കൊണ്ട് ഞാൻ സ്പീഡിൽ കാര്യങ്ങൾ പറയാം. ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഫലങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ചുരുക്കി പറയണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇത്ര വിസ്തരിച്ച് പറയണമെന്നതിനോട് താല്പര്യമുള്ളതെങ്കിലും കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇനി നമുക്ക് മിഥുനം രാശിയിലേക്ക് സൂര്യൻ കടക്കുന്നു. മിഥുനമാസം 1-ാം തീയതി. അപ്പോൾ സൂര്യൻ നിങ്ങൾക്ക് ഇവിടെ വരും, ഇവിടുന്ന് കടന്ന് ഇവിടെ വരുന്നു. അപ്പോൾ മേട രാശിക്കാർക്കാരായി സൂര്യൻ 3-ാം ഭാവത്തിൽ, നിങ്ങൾക്കാർ ഇവിടെ വന്നു, ധനസ്ഥാനത്തേക്ക് വന്നു, 2-ാം ഭാവത്തിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ധനസ്ഥാനം മാറി വരുന്നത് ഇങ്ങനെയാണ് ധനസ്ഥാനം മാറുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പോയി 3-ാം ഭാവത്തിലോട്ട് പോയി കുറച്ച് ദോഷങ്ങൾ തുടങ്ങാൻ പോകുന്നു. അതായത് 3-ാം ഭാവത്തിലോട്ട് മാറുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കുറയും. മിഥുനമാസം ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നു. ആദിത്യൻ ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് മിഥുനമാസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആരൊക്കെയുള്ളത്? മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാല് നക്ഷത്രക്കാരായിട്ടുള്ള മിഥുനക്കൂറുകാർ. ചന്ദ്രൻ ഇവിടെ വരുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ 3-ാം വീട്ടുകാരൻ ഇവിടെ വരുന്നു. ചെറിയ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് അവിടെ പറയുന്നത്. സൂര്യൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് നമുക്ക് അത്ര വലിയ അനുകൂല ഫലം പറയുന്നില്ല. കാരണം 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനും അഷ്ടമാധിപനും എപ്പോഴും ചെറിയ ദോഷങ്ങൾ ചെയ്യുന്ന ഗ്രഹങ്ങളും കൂടിയാണ് എന്നുകൂടിയാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പം മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാല് നക്ഷത്രക്കാർക്ക് 3-ാം വീട്ടിലുള്ള സൂര്യൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് പറയുന്നു ധനലാഭം പറയുന്നുണ്ട്, വിദ്യാപുരോഗതി പറയുന്നുണ്ട്, മനസ്സന്തോഷവും പറയുന്നുണ്ട്. അതുകൂടാതെ ചില രോഗാരിഷ്ടതകൾ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ധനനഷ്ടങ്ങൾ പറയുന്നുണ്ട്, മനക്ലേശങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്ചെലവുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ നക്ഷത്രക്കാർക്കായിട്ടുള്ള മകേരത്തരയും തിരുവാതിരയും പുണർതത്തിൽ മുക്കാലും. അപ്പോൾ അത് കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ കടക്കുമ്പോൾ സൂര്യൻ ഇവിടെ വരും. എന്ന് പറയുന്ന അക്ഷരം ഇവിടെ ഇരിക്കുന്ന അതാ ഇവിടെ വരും. കർക്കിടക മാസം. അപ്പോൾ നിങ്ങൾക്കാരായി മേടക്കാർക്ക് 4-ാം ഭാവത്തിലേക്ക് മാറി 5-ാം വീട്ടിലുള്ള ആർക്ക് 4-ാം ഭാവത്തിലേക്ക് ഇവിടെ മാറുമ്പോൾ ഇവരുടെ കാര്യം വീണ്ടും പറഞ്ഞു വരാൻ പറ്റത്തില്ല. 4-ാം ഭാവം കൊണ്ട് ഗൃഹം, വാഹനം, ഗുണയോഗങ്ങളാണ് പിന്നെയും മേടക്കാർക്ക് പറയുന്നത്. ഇടവക്കാർക്ക് 3-ലായി, മിഥുനക്കാർക്ക് 2-ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ സൂര്യൻ ഇവിടെ വരുമ്പോൾ മിഥുനക്കൂറുകാരിലുള്ളവരുടെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാം. ആ നക്ഷത്രക്കാർക്ക് സൂര്യൻ ധനസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ധനപുരോഗതി നേരത്തെ പറഞ്ഞ കണക്ക് ധനപുരോഗതി, ധനലാഭം, പ്രതാപം, ഐശ്വര്യം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ നിങ്ങൾക്കും വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ആരൊക്കെയുള്ളത്? പുണർതത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ഫലം പറയുന്നു. രാഷ്ട്രീയപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായി വിജയം ഉണ്ടാകുമെന്നും അത് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ മുതൽ എത്രയും മുകളിലുള്ള ആളുകൾക്ക് പോലും ഈ നക്ഷത്രക്കാരായിരിക്കണം. അപ്പം നിങ്ങൾക്ക് രാഷ്ട്രീയ ഗുണം ഉണ്ടാകും, നിങ്ങൾക്ക് ധനലാഭമാണ് അപ്പോൾ പറയുന്നത്. ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധനയോഗം, രാഷ്ട്രീയ വിജയം, മനസ്സിന് സന്തോഷം ഉണ്ടാവുക, വിദേശവാസം ഉണ്ടാവുക, സമ്പത്തുണ്ടാവുക, ഭൂമി ലാഭം, ഗൃഹലാഭം പോലുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമെന്ന് കർക്കിടക കൂറുകാർക്ക് പറയുന്നു. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരുടെ ഫലം പറയുന്നു. ചിങ്ങക്കൂറുകാരുടെ ഫലം എടുത്തു പറയേണ്ട കാര്യമില്ല, ചിങ്ങത്തിൽ തന്നെയാണ്, സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക് സൂര്യൻ എവിടെ നിന്നാലും ഗുണമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക്. അപ്പോൾ ചിങ്ങം സ്വന്തം വീട്ടിലേക്ക് വരുന്നു ചിങ്ങമാസം. അതുകൊണ്ടാണ് ചിങ്ങമാസത്തിലൊരു പ്രത്യേകത ഒരുപാടുണ്ട്. അപ്പം ഓണം അതുപോലുള്ള വിഷയങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ചിങ്ങമാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണം പോലുള്ള നക്ഷത്രങ്ങൾ ഒക്കെ പറയും. അപ്പം ചിങ്ങമാസത്തിൽ സൂര്യൻ ഇവിടെ വരും, സ്വക്ഷേത്രം, സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നു. ആര്? പിതാവ്. അവിടെ ആരൊക്കെയുണ്ട്? മകം പൂരം ഉത്തരത്തിക്കാല്. ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഇദ്ദേഹം ഒരു വർഷത്തിലൊരിക്കലാണ് ഇവിടെ വരുന്നത്. ഒരു വർഷം ഇങ്ങനെ പോയിട്ട് ആൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ്. സൂര്യൻ ഇവിടെ വരും. മകം പൂരം ഉത്തരത്തെ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന അഷ്ടമശനിയുള്ള നക്ഷത്രക്കാരാണ് ഈ സംഭവത്തിലുള്ള മകം പൂരം ഉത്തരത്തിക്കാലുകാർക്ക്. ചിങ്ങത്തിൽ സർക്കാർ ആനുകൂല്യം ഒറ്റ വരക്ക ജ്യോതിഷന്മാർ പറഞ്ഞിരിക്കുന്നത്. ജ്യോതിഷം എന്നല്ല,
ഞാനിത് മറ്റൊരാൾ പറയുന്നത് നോക്കി പറയുന്ന ആളല്ല. സർക്കാർ ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ സർക്കാർ സ്റ്റൈഫൻഡ് കിട്ടിയിട്ട് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പഠിക്കാൻ പോകാം. വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് PSC ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ളവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലുകൾ ലഭിക്കാം. സർക്കാർ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ചികിത്സയ്ക്കുണ്ടാകും, വീട് പണിക്കുണ്ടാകും. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ വാക്കേ അവർ പറയുന്നുള്ളൂ, എന്ത്? സർക്കാർ ആനുകൂല്യം. അത് ഏത് വിധത്തിൽ വേണമെങ്കിലും. നിങ്ങളിപ്പം വിദേശത്ത് അവിടുത്തെ സർക്കാരിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വിസ സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലോ അങ്ങനെയും വരാം എന്നുകൂടെ ചിന്തിച്ച് വേണം നിങ്ങൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പം ജ്യോതിഷം നോക്കുന്നവർക്കും ജ്യോതിഷം പറയുന്നവർക്കും നമ്മുടെ പിങ്കള നാഡി എന്ന് പറഞ്ഞൊരു നാഡിയുണ്ട്. ഈ നാഡി പ്രവർത്തിച്ചിട്ട് വേണം ഇത് നിങ്ങൾ കേൾക്കാനും ഞാനിത് പറയാനും. എനിക്കിതുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു വലിയ ഒരു പ്രശസ്തനോ പണ്ഡിതനോ ഒന്നുമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനൊരു ക്ഷേത്രത്തിൻ്റെ ജോലി ശമ്പളം മേടിച്ചുകൊണ്ട് ഈ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊന്നും ഞാൻ അവകാശപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ സൂര്യൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പറയുന്നു സർക്കാർ ആനുകൂല്യം, പരസഹായം ലഭിക്കും, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഗുണങ്ങളുണ്ടാകും, അതുപോലെ തന്നെ സന്താന ഗുണം ഉണ്ടാകുമെന്നും ധാർമ്മിക പ്രവൃത്തികൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. സന്താന ഗുണം ഒറ്റ വാക്കാ പറയുന്നത്. സന്താന ഗുണം എന്താണ്? സന്താന ഗുണം സന്താനം ഇല്ലാത്തവർക്ക് സന്താനങ്ങളെ കിട്ടും. സന്താനങ്ങൾക്ക് ഗുണം ആഗ്രഹിക്കുന്നവരില്ലാത്തവരില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഗുണമില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ കൊണ്ടില്ല പ്രയോജനങ്ങളില്ലാത്തവരും വിഷമസ്ഥിതി അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. മക്കളുണ്ട്, പക്ഷേ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ അവർക്ക് ഗുണങ്ങളുണ്ടാകുമെന്ന് പറയുന്നു. ചിലപ്പോൾ വിദേശത്ത് നിൽക്കുകയാണ്, അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, സെറ്റിലാകുന്നില്ല, അത് ഗുണമുണ്ടാവും. സന്താനം ഗുണമുണ്ടാകുന്ന എന്താ? മംഗല്യം നടക്കുക, കുട്ടികൾ ജനിക്കുക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് പറയുന്നു. മകം പൂരം ഉത്തരത്തിക്കാലുകാർക്കായിട്ടുള്ളവർക്ക് ആ ഗുണം പറയുന്നു. അടുത്തതായിട്ട് പറയുന്നു ധാർമ്മികത വരും എന്ന് പറയുന്നു. അതിന് ഒരു വാക്കിലോ രണ്ട് വാക്കിലോ ഉത്തരം പറയാത്തൊരു കാര്യമാണ് ധാർമ്മികത എന്ന് പറയും. അപ്പം നമുക്ക് അധാർമികത എവിടെന്നെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികത കൈവരും, ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും, നീതി ലഭിക്കും എന്നൊക്കെ ചിന്തിച്ചു പോകണം എന്ന് പറയുന്ന ഒരു രാശിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അതാ പറയും, ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇവിടെ നിൽക്കത്തില്ല ജ്യോതിഷം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടാതെ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നീതി ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങൾ അങ്ങനെ ചിന്തിച്ചോണം എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ഗുണപാഠം. അപ്പോൾ കർക്കിടകക്കുറുകാർക്ക് സൂര്യൻ ഇവിടെ വരുമ്പോൾ ധനസ്ഥാനത്തേക്ക് മാറി. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദോഷം അവിടെ നിന്ന് മാറി. അടുത്തായിട്ട് കന്നിക്കൂറുകാർക്കാരാണ്? 12ാം ഭാവാധിപനാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. 12ാം ഭാവാധിപൻ. അപ്പം നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം കന്നിരാശിയിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കഷ്ടതകൾ, എന്നോട് ആർക്കും വിരോധം തോന്നരുത്. കാരണം ജ്യോതിഷത്തിൽ എപ്പോഴും നെഗറ്റീവ് പറയുമ്പോൾ എപ്പോഴും മനസ്താപകം ആൾക്കാർക്കുണ്ടാവത്തുള്ളൂ. പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാണുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കന്നിക്കൂറിൽ ആരൊക്കെയാണ് ഉള്ളത്? ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരയരയും വരുന്ന കന്നിക്കൂറുകാർക്ക് സൂര്യൻ ഇങ്ങോട്ട് വരുന്ന ഏത് മാസത്തിലാ? കന്നിമാസത്തിൽ. അപ്പം കന്നിമാസത്തെ ഒരു വർഷത്തെ ഫലമാണ് മേടം വിഷു ഫലം എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ ഫലമല്ല പറയുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം, നിങ്ങളുടെ ആൾ 6ാം ഭാവത്തിലോട്ട് പോയി, മേടക്കാർക്ക് നിങ്ങൾക്ക് 5ാം ഭാവത്തിലേക്ക് വന്നു. 3, 6, 8 ഭാവങ്ങളിൽ എപ്പം നിങ്ങൾക്ക് ആൾക്കാർ ഓരോ ഗ്രഹങ്ങളും മറയുന്നോ അത് നിങ്ങൾക്ക് ദുരിതമായിരിക്കും. 1, 4, 7, 10, 5, 9 എങ്ങനെ ഈ 5, 9 ഒക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതാണ് വീട്. ഇവർക്ക് 1, 2, 3, 4, 5ാം വീട്ടുകാരൻ, ഇവർക്ക് 4ാം വീട്, ഇവർക്ക് 3ാം വീട്, ഇവർക്ക് 2ാം വീട്. ഇനി ഇവിടെ മുതൽ ഇങ്ങോട്ട് 12 എന്ന് പറയും, ഇവർക്ക് 11 എന്ന് പറയും. നോക്കിക്കോ. അപ്പോൾ ഇതാണ് സൂര്യൻ്റെ വീട്. അപ്പം നിങ്ങൾക്കാരായി? 12ാം ഭാവത്തിൽ താമസിക്കുന്ന സൂര്യൻ ഇവിടെ വരുന്നു. അപ്പോൾ 12 എന്ന് വെച്ചാൽ ധനനഷ്ടം എന്ന് മാത്രമല്ല, എന്തും നഷ്ടം. ദാമ്പത്യ ജീവിതമുള്ളവർക്ക് ദാമ്പത്യ ജീവിത നഷ്ടം, സന്താനങ്ങളുള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ട് നഷ്ടം. എങ്ങനെ? നമ്മളെ വിട്ട് ദൂര സ്ഥലങ്ങൾ മാറിപ്പോവുക, നമ്മുടെ വീട്ടിൽ നിന്ന് അവർ വേറെ വാടകയ്ക്ക് പോയി താമസിക്കുക. ഇങ്ങനെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട എല്ലാ ഭാവങ്ങളും പറയും. ആരെ കൊണ്ട്? സൂര്യനെ കൊണ്ട് ഇവിടോട്ട് വരുമ്പോൾ. അപ്പോൾ എന്തു പറയുന്നു? കഷ്ടതകൾ, രോഗങ്ങൾ, ദേശം വിട്ടു പോവുക, ധനനഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നു കന്നിക്കൂറുകാർക്കായിട്ടുള്ള. ആർക്ക്? ഏത് നക്ഷത്രക്കാർക്കാണെന്ന് ആലോചിച്ച് ചോദിക്കണം. ഉത്തരത്തെ മുക്കാല് അത്തവും ചിത്തിരയരയും. ഇതേ ഫലം തന്നെ നിങ്ങൾക്കും ഉണ്ടാവും ആ സമയത്ത്, കന്നി മാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് അവസാനം വരെ കാണാത്തവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. വേറെ കുറേ ആളുകൾ നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കുകയും ചെയ്യും, നിങ്ങൾക്ക്
എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കൂറുഫലം അങ്ങ് പറഞ്ഞു പോയാൽ പോരായോ, അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഇന്ന ഫലം. അപ്പൊ എന്റെ സ്കിപ്പ് ചെയ്തിട്ട് എന്റെ മീനക്കൂറാണെങ്കിൽ ഞാൻ അവസാനത്തെ ലാസ്റ്റ് പോർഷൻ മാത്രം കണ്ടാൽ പോരായോ, എന്റെ കാര്യം അങ്ങ് അറിയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഞാനും അത് തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന വഴി നിങ്ങൾ മനസ്സിലാക്കി ഇത് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു വലിയ ശാസ്ത്രമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് പറയുകയല്ല, മറ്റെന്തെങ്കിലും ഒരു അധികാരത്തിൽ പറയുകയല്ല. ഞാൻ വളരെ എളിമയോടുകൂടി എൻ്റെ സംസാര ശൈലി നിങ്ങൾക്ക് ചിലപ്പം ദേഷ്യം വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഇയാളെന്തോ ഒരു വലിയ ആളായിട്ട് സംസാരിക്കുന്നതായിട്ടോ തോന്നും. അത് നിങ്ങൾ സദയം ക്ഷമിക്കുക, എൻ്റെ വാക്കുകൾ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. അപ്പം ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരയും കന്നിക്കൂറുകാർക്ക് സൂര്യൻ ഇവിടെ വരുമ്പോൾ കഷ്ടതകളാണ് ഇവിടെ പറയുന്നത്. എങ്കിലും സൂര്യൻ്റെ ഫലം മാത്രമാണ് നമ്മൾ ഈ മേടക്കൂറിൽ പറയുന്നത്. മറ്റു രാശികളുടെ ഫലം പറയുന്നില്ല. നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ ആരുണ്ട്? ആശാനുണ്ട് ഇവിടെ, വ്യാഴം. സർവേശ്വരകാരകൻ നിങ്ങളെ സംരക്ഷിക്കാൻ അവിടെ ഉണ്ട്. നിങ്ങൾക്കിത് കഷ്ടതകൾ പറയുന്നത് സൂര്യനെ കൊണ്ടാണ് പറയുന്നത്. അയ്യോ എനിക്കെല്ലാം കഷ്ടമാണ്, രോഗമാണ്, ദുരിതമാണ് എന്നല്ല വിചാരിക്കേണ്ടത്. സൂര്യൻ വരുമ്പോൾ പോകുന്ന ദുരിതത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുമ്പോൾ സൂര്യൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ ആൾക്കാരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുണ്ട്. ഇപ്പൊ രജനീകാന്ത് സിനിമയിൽ പറയുമ്പോൾ കൊഞ്ച അങ്കപ്പാറ് കണ്ണാന്ന് പറയത്തില്ലയോ, ഒരു സിനിമയ്ക്കകത്ത് പറയും, ഭാഷയ്ക്കകത്താന്ന് തോന്നുന്നു. അപ്പം രഘുവരൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇയാളെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കിന് രജനീകാന്ത് പറയും കൊഞ്ചം അങ്കപ്പാറ് കണ്ണാന്ന് പറയാം. അപ്പം അയാളുടെ ആൾ അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ അങ്കപ്പാറ് കണ്ണ, ഇവിടെ വ്യാഴം നിൽപ്പുണ്ട്. അപ്പോൾ വ്യാഴം അനുകൂലത്തിൽ നിങ്ങൾക്ക് കർമ്മഭാവത്തിൽ നിൽപ്പുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് പോകത്തില്ല. അപ്പം നിങ്ങൾ വിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകൾ അങ്ങ് ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ, ഇതിനകത്ത് നിങ്ങൾക്കൊരു ഫലങ്ങളോ ദോഷപരിഹാരം ഇന്ന പരിഹാരം മാത്രം ചെയ്യണം എന്നല്ല പറയാം. സ്ഥിരമായിട്ട് നിങ്ങളൊരു വിഷ്ണു ഭഗവാൻ എന്തെങ്കിലും പൂജകൾ ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ശനീശ്വരന് പൂജ ചെയ്യുക, സൂര്യന് ആദിത്യന് എന്തെങ്കിലും പൂജകൾ ചെയ്യുക. ആദിത്യന് പൂജ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ശിവന് പൂജ ചെയ്യുക. ശിവന്, വിഷ്ണുവിന്, ഹനുമാൻ സ്വാമിക്ക്, ശനീശ്വരന് പൂജ ചെയ്യുന്നവർക്കും, ഭദ്രകാളിക്ക് പൂജ ചെയ്യുന്നവർക്കും, നാഗർക്ക് പൂജ ചെയ്യുന്നവർക്കും, ഗണപതിക്ക് പൂജ ചെയ്യുന്നവർക്കും, സുബ്രഹ്മണ്യന് പൂജ ചെയ്യുന്നവർക്കും ആർക്കും ഒരിക്കലും തകരാറില്ല. നമ്മുടെ കയ്യിൽ വരുന്ന ശമ്പളം മുഴുവൻ ഇത്രയും പേർക്കും വീതിച്ച് പൂജ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് പൂജ ചെയ്താൽ മതി. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സർവ്വദേവത. അപ്പം നമ്മളിപ്പോൾ ഒരു ഗണപതി ഹോമത്തിന് നിങ്ങളൊരു ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ പൂജാരിമാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പൂജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഇഷ്ടദേവതാഭ്യോ നമഃ, കുലദേവതാഭ്യോ നമഃ, കുടുംബദേവതാഭ്യോ നമഃ, ഗ്രാമദേവതാഭ്യോ നമഃ, സ്ഥാനാദിദേവതാഭ്യോ നമഃ, സർവേഭ്യോ ഗുരുഭ്യോ നമഃ, സർവേഭ്യോ ദേവേഭ്യോ നമഃ, സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ, പ്രാരംഭകാര്യ നിർവിഘ്നമസ്തു, ശുഭം ശോഭനമസ്തു എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പൂജ ചെയ്യുന്നത് പൂജാരിമാർ. അപ്പം അതിൻ്റെ ഗുണം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇതാരാ പറയുന്നത്? പൂജാരിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പൂജാരി പറയുന്നു. നിങ്ങൾക്ക് ഈ മന്ത്രം പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് പൂജാരിമാർ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തൂ എന്ന് പറയും. അപ്പോൾ അയ്യോ ഞാനിത് ആർക്ക് വേണ്ടി പൂജ ചെയ്യണമെന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ വിഷ്ണു ഭഗവാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പരിഹാരമായിട്ട് 10ാം ഭാവത്തിൽ, തൊഴിൽ ഭാവത്തിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ദോഷങ്ങൾ ഒഴിവായി കിട്ടും. കഷ്ടതകൾ, രോഗങ്ങൾ, ദേശം വിട്ടു പോവുക, ധനനഷ്ടം ഉണ്ടാവുക. ദേശം വിട്ടു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശയാത്രയ്ക്ക് തൊഴിലിന് പോകുന്ന രീതി മാത്രമല്ല, നമുക്ക് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരിക, നമ്മുടെ സ്വന്തം സ്ഥലത്തു നിന്ന് നമുക്ക് വിട്ടുപോകേണ്ട അവസ്ഥ വരുന്ന ഒരു സമയം ഉണ്ടാകും എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഭാര്യയായിട്ടോ ഭർത്താവ് ഭാര്യയുമായിട്ടോ തിരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിണങ്ങിയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ പോകത്തില്ല, അതാ ദേശം വിട്ടു പോവുക. നമ്മൾ നിൽക്കുന്ന മലപ്പുറത്തോ കണ്ണൂരോ കാസർഗോഡോ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് പോയിട്ട് തിരുവനന്തപുരത്തോ പോയി താമസിക്കേണ്ട അവസ്ഥ വരും, ദേശം വിട്ടു പോകേണ്ട അവസ്ഥ വരും. അന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ തുലാക്കൂറിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറിൽ ആരൊക്കെയാണുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. ചന്ദ്രൻ ഇവിടെ വരികയും നിങ്ങൾക്ക് ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആണോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കൂറ് മനസ്സിലാക്കാനൊക്കെ പറ്റില്ല. അപ്പോൾ തുലാക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത്. ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് സൂര്യൻ ആരാണെന്ന് ആദ്യം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ 11ാം ഭാവാധിപനാണ്. ലാസ്റ്റ് ഈ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി വെച്ചിട്ട് ഞാൻ അതുകൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും നിങ്ങൾക്ക് ആരൊക്കെയാണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കണം നിങ്ങളുടെ 11ാം ഭാവാധിപനാണ് എനിക്ക് ആദിത്യൻ. ആദിത്യൻ എവിടെ പോയി നിന്നോട്ടെ. നിങ്ങൾ ആരാന്ന് വെച്ചാൽ തുലാക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരാണ്? ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാരായിട്ടുള്ള തുലാക്കൂറുകാർക്ക് 11ാം ഭാവാധിപനാകുന്നു വ്യാഴം. എൻ്റെ നക്ഷത്രം രേവതിയാണ്, ഞാൻ മീനക്കൂറുകാരനാണ്. എനിക്ക് ആരാണ്? സൂര്യൻ 6ാം ഭാവാധിപനാണ്. സൂര്യൻ എവിടെ നിന്നാലും നമുക്ക് ഇച്ചിരി തട്ടുകേടാം, കാരണം 6ാം ഭാവാധിപനാണ്. അപ്പം ഇപ്പോൾ 6ാം ഭാവാധിപൻ 2ാം സ്ഥാനത്തേക്ക് വരിക. അപ്പം എൻ്റെ കാര്യമല്ല പറയുന്നതിൻ്റെ പേര് ഞാൻ പറയുക. അപ്പം മീനക്കൂറുകാർക്കാരാകുന്നു 6ാം ഭാവാധിപനാകുന്നു, ശത്രുഗ്രഹമാകുന്നു എന്ന് വേണ്ടി പറയേണ്ടതായിട്ട് വരും.
അപ്പോൾ അതിൻ്റെ ഫലം പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ തുലാക്കൂറുകാർക്ക് പറയുന്നു എന്താണ്, നമുക്ക് 11ാം ലാഭസ്ഥാനത്തേക്ക് വരുന്നു, ധനലാഭം ഉണ്ടാകുമെന്നും വിജയം ഉണ്ടാകുമെന്നും സർവൈശ്വര്യം ഉണ്ടാകുമെന്നും പലവിധത്തിലുള്ള ധനനേട്ടം ഉണ്ടാകുമെന്നും വിചാരിക്കാതിരിക്കുന്ന പല സംഗതികളും വന്നു ചേരും എന്നും കൂടി പറയുന്നു. ലാഭാധിപൻ വരുന്നു, എവിടേക്ക്? നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ലാഭവും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇദ്ദേഹം. ലാഭാധിപൻ വരുമ്പോൾ ലാഭം കൊണ്ടുവരണ്ടേ? അഷ്ടമാധിപൻ വരുമ്പോൾ നഷ്ടവും കൊണ്ടുവരും. 6ാം ഭാവാധിപൻ വരുമ്പോൾ രോഗം കൊണ്ടുവരും. 2ാം ഭാവാധിപൻ വരുമ്പോൾ ധനവും കൊണ്ടുവരും. 5ാം ഭാവാധിപൻ വരുമ്പോൾ സന്താനവും മനസമാധാനവും കൊണ്ടുവരും. 7ാം ഭാവാധിപൻ വരുമ്പം പെണ്ണ് വരും വീട്ടിലേക്ക്, അതായത് നിങ്ങൾക്ക് മംഗല്യം നടക്കും, പെണ്ണിന് ആണിനെ കിട്ടും. അതുകൂടാതെ സ്നേഹിക്കാൻ മുമ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പെണ്ണൊക്കെ സെറ്റാവും. അപ്പം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാവും. അപ്പം ഇതുവരെ സെറ്റാവാതിരിക്കുന്ന കൊച്ചു പിള്ളേരൊക്കെ ഇല്ലയോ, അവർക്കും കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ പറയുന്ന ദാമ്പത്യ ഗുണം ഉണ്ടാകും എന്നേ പറയത്തുള്ളൂ. അതായത് നിങ്ങൾക്കൊരു പങ്കാളി, നിങ്ങൾക്കൊരു ഇണ, നിങ്ങൾക്ക് വേണ്ടി ഒരു തുണ, ഇതൊക്കെ സെറ്റായി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തുലാക്കൂറുകാർക്ക് പൊതുവെ എന്ത് പറയുന്നു? ലാഭം, ഗുണങ്ങൾ, പലവിധത്തിലുള്ള ഐശ്വര്യം, നിങ്ങൾക്ക് വ്യാഴം അപ്പം ഇവിടെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ഒരു സാധനമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. പലരും എന്നെ വിളിച്ചിട്ട് ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്, നിങ്ങളുടെ കാര്യം ഗണിച്ച് പറയണമെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും ഒരാളിൻ്റെ കാര്യം ഗണിച്ച് പറയണമെങ്കിൽ. അതല്ല, ഒരാൾ ജ്യോതിഷം നോക്കാൻ വേണ്ടി വിളിക്കുകയാണ്, അപ്പം തന്നെ പറയാം നിങ്ങൾക്കൊരു സർപ്പദോഷമുണ്ട്, നിങ്ങൾക്കൊരു കുടുംബദേവതയുടെ ദോഷമുണ്ട്, നിങ്ങൾക്കൊരു ശാപമുണ്ട്. ഇങ്ങനെ പറയാൻ ആർക്കും പറ്റും, നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടതായിട്ടും വരും. സർപ്പദോഷം ഇല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളുടെ ആവശ്യം എന്തുവാണ്? ഇന്ന ആവശ്യമാണ്. പലരും എന്നെ വിളിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ഞാൻ പറയും നിങ്ങൾക്ക് വ്യാഴം അഷ്ടമസ്ഥാനത്താണ് നിൽക്കുന്നത് ജനിച്ച സമയത്ത്, അതവിടെ നിന്നോട്ടെ തിരുമേനി, ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞങ്ങളുടെ തൊഴിലൊന്ന് മനസ്സിലാക്കണം, അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. എനിക്കിപ്പോൾ ഒരു PR കൊടുത്തിട്ടുണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് ഗൂഗിളിൽ ഒരു ജോലിക്ക് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അല്ല, നിങ്ങളുടെ വ്യാഴം അതൊക്കെ അവിടെ നിന്നോട്ടെന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യത്തിലേക്ക് പറയുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അപ്പം നിങ്ങൾക്ക് പല വിധത്തിലുള്ള ധനലാഭം പറയുന്നുണ്ട്. അപ്പം വേറൊരു കാര്യം കൂടെ പറയുന്നത്, മാരകസ്ഥാനത്തിൻ്റെ അധിപനും കൂടാണ്. അപ്പോൾ കുറച്ച് അരിഷ്ടതകളും കൂടി പറയുന്നുണ്ട്. രോഗദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ട് പീഡ ഉണ്ടാകുമെന്നും പരാജയം ഉണ്ടാകുമെന്നും അച്ഛന് പിതാക്കന്മാർക്കോ പിതൃപരമ്പരയിൽ പെട്ടവർക്കോ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ദോഷപരിഹാരം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒറ്റ പരിഹാരമുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നാഗങ്ങൾക്ക് ഗണപതിക്ക്, സുബ്രഹ്മണ്യന് ഭദ്രകാളിക്ക്, ഹനുമാൻ സ്വാമിക്ക് ശനീശ്വരന് നിങ്ങൾ വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുന്നത് പോലെ ഒരു കാണിക്കയിടുക, തൊഴുക, പ്രാർത്ഥിക്കുക, എണ്ണ കൊടുക്കുക, വരിക. ഒരു 100 രൂപ മുടക്കിയാൽ ഇത്രയും പേർക്കും പൂജ ചെയ്യാം. മനസ്സുകൊണ്ട് പൂജ ചെയ്യാം. ഒരു കാര്യം, വിദേശത്തിരിക്കുക. ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ വിദേശത്താണല്ലോ തിരുമേനി, പിന്നെ ഞാൻ എങ്ങനെ പൂജ ചെയ്യും? കുലദേവതയെ മനസ്സിൽ ആലോചിച്ചാൽ മാത്രം മതി, അതിൻ്റെ ഫലം ഉണ്ടാകും. അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് ആരാണ്? 10ാം ഭാവാധിപൻ. നിങ്ങൾ എണ്ണി നോക്കുക, 1 2 3 4 5 6 7 8 9 10ാം വീടുകാരൻ എവിടെ വരുന്നു? എൻ്റെ കർമാധിപൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പം എനിക്ക് തൊഴിലും കൊണ്ടാണ് ഇയാൾ വരുന്നത്. കർമ്മം, എൻ്റെ കർമ്മത്തെ കൊണ്ടാണ് എനിക്ക് വരുന്നതെന്ന് ആര് വിചാരിക്കണം? വിശാഖത്തിൽ കാലും അനുഴവും തൃക്കേട്ട നക്ഷത്രക്കാർ വിചാരിക്കണം. സൂര്യനപ്പം ഇവിടെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, എൻ്റെ മേടക്കൂറുകാർക്ക് 1 2 3 4 എൻ്റെ 5ാം വീട്ടുകാരൻ അഷ്ടമത്തിൽ പോയി. എൻ്റെ 5ാം വീട്ടുകാരൻ അഷ്ടമത്തിൽ പോയി. എനിക്ക് മനക്ലേശം, സ്വസ്ഥതക്കുറവ്, പാഴ്ചെലവുകൾ, നഷ്ടങ്ങൾ, ദുരിതങ്ങൾ ഉണ്ടാകും. വൃശ്ചിക മാസം ആകുമ്പോഴത്തേക്കിന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മേടക്കൂറിലുള്ള ആളപ്പം മനസ്സിലാക്കണം, ഇയാൾ ഇടവക്കൂറിലുള്ളവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ 4ാം വീട്ടുകാരൻ 7ാം ഭാവത്തിൽ വന്നു. എനിക്ക് 7ാം ഭാവം ഗുണമുള്ള സ്ഥാനമാണ്. ഞാൻ പറഞ്ഞിട്ട് 1 4 7 10 5 1ാം ഭാവം വെച്ചാൽ അതേ സ്ഥാനത്ത് വരുന്നതിനെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, നിങ്ങളുടെ 3ാം വീട്ടുകാരൻ 6ാം ഭാവത്തിലേക്ക് മാറി. മിഥുനക്കാർക്ക് ഇങ്ങനെ പറയാൻ പോയാൽ വീഡിയോയ്ക്ക് വീണ്ടും ലെങ്ത് കൂടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ജ്യോതിഷം നിങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾ എണ്ണിക്കൊള്ളുക. നിങ്ങൾക്ക് വൃശ്ചികക്കൂറുകാരാരൊക്കെയാണ്? വിശാഖത്തിൽ കാലും അനുഴവും തൃക്കേട്ടക്കാർക്ക് കർമാധിപനായിട്ടുള്ള, കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കർമാധിപനായിട്ടുള്ള ഗ്രഹം നേരെ ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾക്ക് കൈ നിറയെ തൊഴിലും കൊണ്ടുവരുന്നു. കർമ്മ പുരോഗതി ഉണ്ടാകുന്നു. കർമ്മമേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നു. ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, നീ ഏറ്റവും ചെറിയ മോശം തൊഴിലിന്നത്, ഏറ്റവും ഉയർന്ന തൊഴിലിന്നത് എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല നിങ്ങളുടെ ജീവിതത്തിലെ വിജയമുള്ളത്.
നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നാണ് ഹോരാശാസ്ത്രം പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ശാസ്ത്രം പറയുന്നില്ലല്ലോ. അപ്പോൾ ഹോരാശാസ്ത്രം പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുള്ളത്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ എന്തും ചെയ്യാം. നിങ്ങളൊരു IT ആകാം, നിങ്ങൾ കളക്ടറാവാം, നിങ്ങൾ പോലീസുകാരനാകാം, ഒരു ഇതാണ് മികച്ചത്, ഞാൻ ചെയ്യുന്ന പണി മോശമാണ് എന്ന് സ്വയം ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ ദോഷം. എന്തു ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ജ്യോതിഷം പറയുന്നു, ഇത് മികച്ചതാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ ആത്മഹത്യാപരമായിരിക്കും. ഇത് മോശമാണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. കൊള്ളാം, ഇങ്ങനെ തന്നെ തുടരണം എന്ന് പറയുന്ന അഭിപ്രായം അവിടെ രേഖപ്പെടുത്തണം. അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഗുണമായിട്ട് വരും. എന്ന് വെച്ചാൽ അടുത്ത കാര്യം ചെയ്യുമ്പോൾ താൻ ഈ പണിക്ക് നിൽക്കണ്ട, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യമാണോ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളത് രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടാലും മതി. അതല്ല, ഇത് കൊള്ളാം, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം ഓരോ കാര്യങ്ങളും എന്ന് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുമോ? ആ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ കർമാധിപനോട് വരുമ്പോൾ നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നു, ഐശ്വര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ 4-ാം വീട്ടുകാരൻ ചിങ്ങക്കൂറുകാരായിട്ടുള്ളവർക്ക് 4-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറി. അപ്പം നിങ്ങൾക്ക് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വേണേ അതൊന്നുകൂടെ സ്പീഡായിട്ട് പറയാം. അപ്പോൾ വീഡിയോയ്ക്ക് 1 മണിക്കൂറോളം ലെങ്ത് പോകും. അപ്പം മകം പൂരം ഉത്തരത്തേക്കാലുകാർക്ക് ഞങ്ങൾക്ക് 4-ലായി, ഇവർക്ക് 3-ലായി, ഇവർക്ക് 2-ലായി. ആരാ വീട് ഇവിടാണ്, ഇതാണ് സൂര്യൻ്റെ യഥാർത്ഥ വീട്. ഈ വീട്ടിലുള്ള ആൾ ഇതാ ഇവിടെ വന്നു. അപ്പം കർമ്മ പുരോഗതി ഉണ്ടാകുന്നു. കർമ്മം ഉണ്ടായി കഴിയുമ്പോൾ ധനപുരോഗതി ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി. അപ്പം വീട്ടിൽ സന്തോഷം വരുന്നു, ഐശ്വര്യം വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലികൾ കിട്ടുവാണല്ലോ. ഒരു ഹോട്ടൽ തൊഴിലാളിക്ക് നല്ലപോലെ വർക്കുകൾ വരുന്നു, ടിപ്പ് കിട്ടുന്നു. അപ്പോൾ അയാൾക്ക് ഒരു ദിവസം 1000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 1000 രൂപ ടിപ്പ് കൂടെ കിട്ടുമ്പോൾ 2000 രൂപ ആയി. ധാരാളം സീസണല്ലേ, അപ്പം നല്ല സീസൺ വർക്കുകളൊക്കെ ഒന്ന് ഹോട്ടലിൽ മുതലാളിക്ക് നല്ല ശമ്പളം കിട്ടുന്നു. അപ്പം തൊഴിലാളി നല്ലപോലെ ജോലി ചെയ്യുമ്പം തൊഴിലാളിക്ക് ലാഭവിഹിതം കൊടുക്കുന്ന മുതലാളിമാരുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ടാകുന്നു. നിങ്ങൾ ഒരു വാഹന ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ വാഹനം വിൽക്കുന്നു. അപ്പം ഞാൻ ഇന്ന തൊഴിൽ മുതൽ ഇന്ന മുതലെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ താഴെയും മേളിലുമായി പോകും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. അപ്പം ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കർമ്മ പുരോഗതി, ധനപുരോഗതി, ഐശ്വര്യം, പണമൊക്കെ വരുമ്പോൾ സന്തോഷം ഉണ്ടാകുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു. ആർക്ക്? വൃശ്ചികക്കാർക്ക്. ഇതാണ്ടേ പർവ്വതങ്ങളിൽ യാത്ര ചെയ്യാനുള്ള യോഗം ഉണ്ടാകുമെന്ന്. പർവ്വതങ്ങളിൽ ഇപ്പം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ മൂന്നാർ, പളനി, കാശ്മീർ, ഹരിദ്വാർ, നമുക്കറിയാലോ, ഋഷികേശ്, ഗംഗോത്രി, യമുനോത്രി, ഇതൊക്കെ പർവ്വതങ്ങളിലാണ് ഉള്ളത്. അപ്പം പർവ്വതങ്ങളിൽ യാത്ര ചെയ്യാനുള്ള യോഗം ഉണ്ടാകും. അപ്പം ഇതെല്ലാം ആയല്ലോ. തീർത്ഥാടനമായി, ഗംഗയിൽ കുളിക്കാനായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹരിദ്വാർ പോകാനായി. അതല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാറിലും വട്ടവടയും കാന്തല്ലൂരും പളനിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയടിച്ച് നടന്ന് ബൈക്കിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് വരാനും, അല്ലെങ്കിൽ കുടുംബസമേതം കാറിനകത്തൊക്കെ ഒന്ന് പോകാനും, കുറച്ചു കാലം ഉല്ലാസയാത്രയ്ക്കുള്ള കർമ്മ പുരോഗതി ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ തൊഴിൽ പുരോഗതി വന്നപ്പോൾ ധനം ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടായി? അതുപോലെ തന്നെ വിദേശത്ത് ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സമയങ്ങളുണ്ടായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നു ധനുക്കൂറുകാരുടെ കാര്യം പറയുന്നു. ധനുക്കൂറുകാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപനാണ് വരാൻ പോകുന്നത്. ഭാഗ്യാധിപൻ നിങ്ങളോട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായി? ഭാഗ്യം വന്നു. ഭാഗ്യം വന്നാൽ എന്താ വരുന്നേ? ഇനി പറയേണ്ട കാര്യമേ ഇല്ല. എന്തായി? ലോട്ടറി എടുക്കുന്നവനാണെങ്കിൽ ലോട്ടറി അടിക്കുക. അതല്ല, നമുക്ക് ഭാഗ്യം കൊണ്ട് എന്ത് കിട്ടുന്നു? ഓ ഭാഗ്യം. നമ്മൾ എന്തും പറയാറുണ്ട്, യോ ദൈവമേ അതൊരു ഭാഗ്യമായി. വണ്ടിയിൽ നിന്ന് വീട് ഒന്നും പറ്റാതിരുന്നാൽ നമ്മൾ എണീറ്റിട്ട് പറയും, അയ്യോ ഭാഗ്യമായി, ഒരു പാണ്ടിലോറി വന്നതാവട്ട് പുറകെ, അപ്പം അതൊരു ഭാഗ്യമായി. എന്തും വിചാരിക്കാം. ഭാഗ്യം വരുന്നു. ഭാഗ്യാധിപൻ കൊണ്ടുവരും. ഭാഗ്യാധിപൻ വരുമ്പോൾ എന്ത് കൊണ്ടുവരും? നിങ്ങൾക്ക് ഓരോ സമ്മാനപ്പൊതിയായിട്ടാണ് ഈ ആൾ വരുന്നത്, സൂര്യൻ വരുന്നത്. അത് ചിന്തിക്കണം. നിങ്ങളുടെ ഭാഗ്യാധിപനാണ്. ഓരോരുത്തർക്കും ഓരോ ഭാവത്തിലേക്കാണ് സൂര്യൻ മാറുന്നത്. അതുപോലെയാണ് ഓരോ ഗ്രഹങ്ങൾക്കും. അത് മനസ്സിലാക്കണം. സൂര്യൻ മാത്രമല്ല ഭാഗ്യാധിപൻ, സൂര്യൻ നിങ്ങളുടെ ഭാഗ്യാധിപൻ. ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാരാണ് ധനുവിലുള്ളത്. നിങ്ങൾക്ക് ഭാഗ്യാധിപനോട് വരുമ്പോൾ ഭാഗ്യവർദ്ധനവ്, ഐശ്വര്യം, ഭാഗ്യം കൊണ്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നു. എന്ത്? ഐശ്വര്യം പറയുന്നു. ധനുക്കൂറുകാർക്ക് സന്തോഷം, ആരോഗ്യം, സർവകാര്യ വിജയം, ശത്രുനാശം. ശത്രുനാശം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ശത്രു മരിച്ചു പോകുന്നുള്ളതല്ല, നമുക്ക് അവരെ കൊണ്ടുള്ള ഉപദ്രവം ഇല്ലാതായിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പം ഗുണഫലം പറഞ്ഞല്ലോ. ദോഷഫലം പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദോഷം വരുന്നില്ല. സൂര്യൻ എന്ന് വെച്ചാൽ അച്ഛനാണ്,
പിതാവാണ്. പിതാവ് നിങ്ങളെ കാണാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളാണ് പറയുന്നത്. വേറെ ഗ്രഹങ്ങൾ മാറുന്നതിൻ്റെ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതിനുള്ള പ്രതിവിധികൾ നമുക്ക് രാഹുകേതുക്കളുടെ രാശി മാറ്റം വരുമ്പോൾ പറയാം. അത് അതിവിശേഷപ്പെട്ട ഒരു ഫലമാണ് പറയാൻ പോകുന്നത്. രാഹുകേതുക്കളുടെ നിങ്ങൾ ഏത് ജ്യോതിഷന്റെ വീഡിയോ തെപ്പിയാലും കാണാത്തൊരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പുതുതായിട്ട് ഉണ്ടാക്കി പറയല്ല, ഗ്രന്ഥം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാനിപ്പോൾ ഇത് പഠിച്ചിട്ട് പറയുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. മകരക്കൂറുകാരുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നു. മകരക്കൂറുകാർക്ക് ആരാണ് ആദിത്യൻ എന്ന് നിങ്ങൾ തന്നെ എണ്ണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം ഒരു മിനിറ്റ് എണ്ണിക്കോ. നിങ്ങൾ എണ്ണുന്നത് എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഇത് വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അഷ്ടമാധിപൻ നഷ്ടത്തിൻ്റെ ആൾ ഇവിടോട്ട് വരാൻ പോകുന്നു, മകരത്തിലേക്ക് വരുന്നു. അവിടെ ആരൊക്കെയുണ്ട്? ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര. ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഇവിടെ മേടക്കൂറുകാർ വിചാരിക്കണം, എൻ്റെ 5ാം ഭാവാധിപൻ കർമ്മത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മകരമാസം ആകുമ്പം കർമ്മ പുരോഗതി. നേരത്തെ കർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞവർക്ക് ഇവർക്ക് ഇവിടെ വന്നു. നിങ്ങൾക്ക് 4ാം വീട്ടുകാരൻ 7, 8, 9 വന്നു, ഭാഗ്യത്തിലേക്ക് വന്നു. ഇടവക്കാർക്ക് മകരമാസം ആകുമ്പോഴത്തേക്കിന് ഭാഗ്യം വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് എവിടെ വന്നു? മിഥുനക്കാർക്ക് അഷ്ടമത്തിലേക്ക് മാറി, നഷ്ടത്തിലേക്ക് പോയി. ഇവർക്ക് 7ാം ഭാവത്തിലേക്ക് വന്നു. ചിങ്ങക്കൂറുകാർക്ക് 6ാം ഭാവത്തിലേക്ക് മാറി, ഇവർക്ക് 5ാം ഭാവത്തിലേക്ക്. അപ്പം ഇനി നമ്മൾ മകരക്കൂറുകാരുടെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് അഷ്ടമാധിപൻ 8ാം ഭാവാധിപൻ നഷ്ടം കൊണ്ടുവരുന്നു മകരമാസമാകുമ്പോൾ. അപ്പം നിങ്ങളത് മുൻകൂട്ടി മനസ്സിലാക്കാനാണ്. ജ്യോതിഷത്തെ മുൻകൂട്ടി മനസ്സിലാക്കുക. അല്ലാതെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇടിവെട്ടി മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ചില ഇടിവെട്ടലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മകരക്കൂറുകാർക്ക്. മകരക്കൂറുകാരൊക്കെയാണ് അത് എപ്പോഴാണ്? മകരമാസം ആകുമ്പോഴേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ഈ ആൾ ഇങ്ങനെ ഓരോ ഭാവങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ദോഷമുള്ള ഒരേ ഒരു സൂര്യൻ എങ്ങോട്ട് മാറിയാലും ദോഷമുള്ള ഈ 2 പേർക്കാണ്. മീനക്കൂറുകാർക്കും മകരക്കൂറുകാർക്കുമാണ് സൂര്യൻ എങ്ങോട്ട് പോയാലും കുറച്ച് ദോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉത്തരത്തിൽ മുക്കാലും മകം പൂരം ഉത്തരത്തെ മുക്കാലും അത്തവും, ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർ, പൂരുരുട്ടാതികാർ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരും സ്ഥിരമായിട്ട് ശിവനെ അങ്ങ് പിടിച്ചേക്കുക. ഞാൻ ഏറ്റവും വലിയ ശിവഭക്തനാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. കാരണം നിന്നിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നിന്നിൽ എപ്പോൾ ശ്വാസമില്ലാതാകുന്നു നീ എന്നോടൊപ്പം ഉണ്ടാകും എന്നൊരു മഹാദേവനൊരു വാക്ക് പറയുന്നുണ്ട്. നമ്മുടെ മൂക്കിൽ എപ്പോൾ ശ്വാസമുണ്ട് മഹാദേവ വിളിച്ചാൽ മതി, കക്ഷി കേട്ടോളൂ. അപ്പം മഹാദേവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും മാറും. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മീനക്കൂറുകാരനാണ്, എനിക്ക് കണ്ടകശിനിയുണ്ട്, അടുത്തൂടെ പോലും പോകത്തില്ല. കൂടുതൽ ഗുണങ്ങളുണ്ടാവുന്നതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാവുന്നു? മഹാദേവനെ വിളിക്കുന്നത് കൊണ്ട്. എങ്ങനെ വിളിക്കുന്നുണ്ട്? ചുമ്മാ വിളിച്ചിട്ട് കാര്യമില്ല. മനസ്സിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ കേൾക്കും. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അപ്പം ആ വാക്ക് മനസ്സിലാക്കിയിരിക്കുക. മകരക്കൂറുകാരും മീനക്കൂറുകാർക്കും സൂര്യൻ എങ്ങോട്ട് മാറിയാലും ദുരിതമാണ്. നിങ്ങൾക്ക് ദുരിതം വിട്ടൊഴിഞ്ഞു മാറാൻ മഹാദേവനെ വിളിക്കുക. നിങ്ങൾ മഹാദേവനെ ഉപാസിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്രകൾ ഇവിടെ സംഭവിക്കാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അലച്ചില് പിതൃസ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോവുക, പിതൃദുരിതം ഉണ്ടാവുക, സ്വജനങ്ങളുമായിട്ട് കലഹത്തിൽ ഏർപ്പെടേണ്ടി വരിക. സ്വജനങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ളവർക്ക് ശത്രുക്കളിൽ ഏർപ്പെടേണ്ടി വരും എന്നും കൂടി ജ്യോതിഷം പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുംഭക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാലുകാരാണ് കുംഭക്കൂറുകാർ. നിങ്ങൾക്ക് 7ാം ഭാവാധിപനാണ് ആര്? സൂര്യൻ. 7ാം ഭാവം ഭാര്യ, കളത്രം എന്നൊക്കെയാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 7ാം ഭാവാധിപൻ ഇങ്ങോട്ട് വരുന്നു കുംഭത്തിൽ. കുംഭത്തിൽ ആരൊക്കെയുണ്ട്? അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് കളത്രഭാഗ്യം, ഭാര്യാഭാഗ്യം, ഭാര്യാവീട് ഭാഗ്യം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചോണം. കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം നടക്കുക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ അടുത്ത് വരിക, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം റെഡിയാവുക, പ്രേമഭാജനങ്ങൾക്ക് പ്രേമം സെറ്റാവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു ഭാവം. സൂര്യൻ എവിടെ നിന്നാലും നമുക്കും ഗുണമാണ്. അല്ലെ? കുംഭക്കൂറുകാർക്ക്, മേടക്കൂറുകാർക്ക് സൂര്യൻ എവിടെ നിന്നാലും ഗുണമാണ്. ഇടവക്കൂറുകാർക്ക് എവിടെ നിന്നാലും ഗുണമാണ്. മിഥുനക്കൂറുകാർക്ക് ഇച്ചിരി ദോഷമാണ്. കന്നിക്കൂറുകാർക്ക് ദോഷമാണ്. എണ്ണിക്കോളൂ: മിഥുനം, കന്നി, അതുപോലെ തന്നെ മകരം, മീനം. നിങ്ങൾ ഇത്രയും കൂറുകാർ
മഹാദേവനെ വിളിച്ചുകൊള്ളുക, അത്രയേ പറയാനുള്ളൂ. അതുപോലെ കുംഭക്കൂറുകാർക്ക് സൂര്യൻ എവിടെ നിന്നാലും നമുക്ക് നല്ലതാണ്. കുറച്ച് രാശികളിൽ പോകുമ്പോൾ ദോഷമാണ്. കർക്കിടകത്തിൽ വരുമ്പോൾ 6-ാം ഭാവത്തിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് സൂര്യൻ കർക്കിടക മാസത്തിൽ, അതായത് ഈ വരുന്ന ഇപ്പം മേടത്തിലോട്ടാണല്ലോ മാറുന്നത്, മേടം മിഥുനം കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ കുംഭക്കൂറുകാർക്ക് വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ നേരെ പിണങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കും. 1 മാസം കഴിയുമ്പോൾ തിരിച്ചിങ്ങി വരും. അപ്പം അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. തിരിച്ച് ഭർത്താവും അങ്ങനെ നിന്ന് പിണങ്ങി പോവും. 1 മാസം കഴിയുമ്പോൾ ആശാനെങ്കിൽ തിരിച്ചു വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ പറയുന്നത്. കുംഭക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ദുരിതങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുരിതങ്ങൾ പറയുന്നുണ്ട്, കാര്യപരാജയം, ധനനഷ്ടം പറയുന്നുണ്ട്. പക്ഷേ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മീനക്കൂറുകാരുടെ ഫലമാണ്. മീനക്കൂറുകാർക്ക് 6-ാം വീട്ടുകാരനാണ്, 6-ാം ഭാവാധിപനാണ്. ഒരു ഭാവം ദോഷമുണ്ടെങ്കിലും ഒരു ഭാവം ഗുണമുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട്, നിങ്ങളുടെ ഭാഗ്യങ്ങളെ കൊണ്ടുള്ള ഗുണം പറയുന്നുണ്ട്. സമ്പത്ത് വർദ്ധിക്കാനും, ബന്ധുഗുണം ഉണ്ടാവാനും, സൗഖ്യം ഉണ്ടാവാനും, മതപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നടത്താനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ശബരിമല തീർത്ഥാടനങ്ങളൊക്കെ എവിടെക്കെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കും. മറ്റ് ഇസ്ലാം മതവിശ്വാസികൾക്ക് അവർക്ക് മക്കയിലും ഒക്കെ ഉംറ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സൗഹൃദങ്ങൾക്ക് അവർക്ക് പുണ്യതീർത്ഥങ്ങളിലൊക്കെ പോകാനും, ഇസ്രായേലിലോ അങ്ങനെ എവിടെ വെച്ചാൽ അവിടെയൊക്കെ പോകാനും ഒക്കെയുള്ളൊരു ഭാഗ്യവും അവസരമൊക്കെ വന്നു ചേരും ഒക്കെയാണ് ഈ മീനക്കൂറുകാർക്ക് സൂര്യൻ്റെ ഫലം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശനിയുടെ ഒരു ഫലമുണ്ട്, വ്യാഴത്തിൻ്റെ ഒരു ബലമുണ്ട്. സൂര്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് ഏക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലവും കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് കുറച്ച് കാര്യം പെട്ടെന്ന് പറയുന്നു. അതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓരോ ഗ്രഹക്കാർക്കും, ഓരോ ഗ്രഹക്കാരനും ഇപ്പം സൂര്യൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ 5-ാം ഭാവാധിപൻ. ഇപ്പം വ്യാഴം നിങ്ങൾക്ക് ആരാണ്? 12-ാം ഭാവാധിപൻ. നിങ്ങൾക്ക് വ്യാഴം ആരാണ്? 11-ാം ഭാവാധിപൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോയാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.